കുരിശ് തകർത്ത സർക്കാർ എന്നുള്ള പേരുദോഷം കേൾക്കാതിരിക്കാനും രണ്ടാം വിമോചന സമരത്തിനുള്ള അവസരം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനും ചെയ്തു. അത്തരമൊരു സാഹചര്യമുണ്ടോ പി ടി തോമസ്? പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ അതിശക്തമായി പ്രതിപക്ഷ നേതാവ് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് കൂടിയ UDF യോഗത്തിൽ UDFന്റെ ചെയർമാൻ എന്തോ ഒരു കൺവീനർ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതാരും ഒരു ഗൗരവമായിട്ട് പോലും എടുത്തിട്ടില്ല. എന്താണ് ആ അഭിപ്രായം എന്ന് പോലും സത്യമായിട്ട് പോലും വന്നിട്ടില്ല. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ശക്തമായ അഭിപ്രായം പറയേണ്ട 2 ആളുകൾ, ഒന്ന് KPCC പ്രസിഡന്റ്, ഒന്ന് പ്രതിപക്ഷ നേതാവുമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുണ്ട്. ഇവരാരും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഗവൺമെൻറ് കൂടെ ഈ കാര്യത്തിലുണ്ട്, ഗവൺമെൻറ് ഉറച്ചു നിൽക്കുമെന്നാണ് ചോദിച്ചത്. മാത്രമല്ല, ഏത് സാഹചര്യത്തിലും ആ കുരിശ് പൊളിക്കണമെന്ന അഭിപ്രായം അതിന് തലേദിവസം തന്നെ പറഞ്ഞ ഒരാളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഗവൺമെൻറ് മനഃപൂർവ്വമായി കയ്യേറ്റക്കാരെ സഹായിക്കാൻ. ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ അറിയണം. ഞാൻ ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് അവിടെ 10, 15, 20 വർഷക്കാലം പൊതുപ്രവർത്തനം സജീവമായി MLA MP ആയിട്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ ആ കുരിശ് കഴിഞ്ഞ് അല്പം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയുടെ സഹോദരൻ്റെ സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങും. അതുപോലുള്ള വൻകിടക്കാരെ ഇവർ സഹായിച്ചു വെച്ചിട്ടുണ്ട്. ഈ PT വിഷമിക്കേണ്ട. അവിടെ നിങ്ങൾ പറയുന്ന താൽക്കാലിക സ്റ്റേ വാങ്ങി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 250 ഏക്കർ ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ പപ്പാത്തി ചോലയുടെ അപ്പുറത്ത്. എന്തേ പാപ്പാത്തി ചോലയിലേക്ക് വരാൻ അന്ന് നിങ്ങൾക്ക് ഇരട്ടച്ചങ്കും 3 ഓട്ടച്ചങ്കൊന്നും ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. എന്തേ വരാതെ അങ്ങോട്ട്? ഇവിടെ ഈ കുരിശുപണി നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ MP ആയിരുന്ന സമയത്തല്ലേ? താങ്കളുടെ ഒരു ലെറ്റർ ഹെഡിൽ എവിടെയെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഈ പറയുന്ന ഏതെങ്കിലും ബഹുമാന്യരായ സഭാ നേതൃത്വത്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ കുരിശ് ഇങ്ങനെ എടുത്ത് ദുരുപയോഗം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഈ പാപ്പാത്തി ചോലയെല്ലാം ഇപ്പോൾ വരുമ്പോഴല്ല അറിയാവുന്നേ. ഇദ്ദേഹത്തിന് നേരത്തെ അറിയാലോ. പിന്നെ സർക്കാരിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്, വളരെ സ്പഷ്ടമായി ഇപ്പോഴിതിനെ ഈ കുരിശിൻ്റെ പ്രശ്നത്തെ തുടർന്ന് കയ്യേറ്റ നടപടികൾ ഒഴിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയേ വേണ്ട. പൂർവാധികം ശക്തിയോടെ അത് മുമ്പോട്ട് പോവുകയാണ്. അതിൽ ഒരാളും വിഷമിക്കേണ്ട. ഏതൊക്കെ കയ്യേറ്റങ്ങളുണ്ടോ ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും. ഒരു ഭയമുണ്ടോ? അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കുരിശ് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും എന്ന് ഭയപ്പെടുന്നുണ്ടോ? എന്തിനാണ് അത്തരമൊരു ഭയം ഉണ്ടാകുന്നത്? കുരിശുമാറ്റലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലാണ്. ഇങ്ങനെ കുരിശ് നാട്ടിയാൽ ഒഴിപ്പിക്കേണ്ടതാണ്. കുരിശു നാട്ടിയാൽ ഒഴിപ്പിക്കേണ്ടതല്ല. ഇനിയും കുരിശ് വെച്ചോളൂ, കുരിശ് വെച്ച് കയ്യേറൂ എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. വളരെ പ്രകടമാണല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞിട്ടും ചങ്കെടുത്ത് കാണിച്ചിട്ടും വീണ്ടും ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ലേ? ഇത് എന്നാ പ്രശ്നം? ആ കുരിശ് നിൽക്കുന്നത് എവിടെയാണ്? സർക്കാരിന്റെ ഭൂമിയിലാണ് അല്ലേ? ആണ്. ഒരു വ്യക്തിയുടെ അല്ല, സർക്കാരിന്റെ ഭൂമിയിലാണ്. അതുകൊണ്ടാണല്ലോ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ ഭൂമി ഒരു കാര്യം ചോദിക്കട്ടെ അല്ലേ? ഈ പപ്പാത്തി ചോലയിലെ ഈ പറയുന്ന കയ്യേറ്റ ഭൂമിയിൽ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് കുരിശ്. മറ്റതെല്ലാം ഇടിച്ചു നിരത്തിയതിനെ കുറിച്ച് ആരെങ്കിലും ഇവിടെ അഭിപ്രായം പറഞ്ഞോ? എന്താണെന്ന് CM ചോദിച്ചോ? ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അവിടുത്തെ ഏറ്റവും ചെറിയ നിർമ്മാണ പ്രവർത്തനമായിരുന്നു കുരിശ്. മറ്റെല്ലാം വലിയ. അതാണ് സംശയം റഹീമേ, അതാണ് സംശയം. ആ കുരിശിൽ തൊടുമ്പോൾ എന്തിനാണ് സർക്കാർ ഇടപെടുന്നത്? അത് കയ്യേറ്റ സ്ഥലത്തുള്ള കുരിശല്ലേ, അത് പോട്ടെ. പറഞ്ഞതന്നെ, കയ്യേറ്റ സ്ഥലത്താകട്ടെ എവിടെയാകട്ടെ അങ്ങനെ ഒരു കുരിശിലേക്കോ മതചിഹ്നത്തിലേക്കോ അത് ഏതുമാകട്ടെ ആ മതചിഹ്നങ്ങൾ തകർത്ത് കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതാക്കും വിധം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല റഹീമേ. മതചിഹ്നങ്ങൾ തകർത്തു എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭൂമി കയ്യേറിക്കൊണ്ടുവന്ന് കുരിശ് വെച്ചാലും ഓം വെച്ചാലും ശിവലിംഗം വെച്ചാലും എന്ത് വെച്ചാലും അത് പൊളിച്ചു കളയണ്ടേ? അതിനുള്ള ധൈര്യം കമ്മ്യൂണിസ്റ്റ് സർക്കാരില്ല, പിന്നെ ആർക്കുണ്ടാവും? അല്ല ശ്രീമാഷലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറയാം. CM തിരിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. രണ്ട്, ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ആ കുരിശ് വച്ചിരിക്കുന്ന ആ മണ്ണുൾപ്പെടെ ഈ സർക്കാരിന്റെ ഭൂമിയായി തിരിച്ചെടുക്കണം. അത് തന്നെയാണ് നിലപാട്. ബാക്കിയുള്ള ഏതെങ്കിലും കയ്യേറ്റമുണ്ടോ? എല്ലാത്തരം കയ്യേറ്റങ്ങളും തിരികെ പിടിക്കണം. അത് തന്നെയാണ് സംശയം റഹീം. ഇത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നിലപാട്. പിന്നെ സഖാവ് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇവിടുത്തെ സഭാ നേതൃത്വത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതവിശ്വാസികളെയും എല്ലാ മത നേതാക്കളെയും പറഞ്ഞിട്ടുണ്ട്. നികൃഷ്ടജീവി പ്രയോഗം ആരും മറന്നിട്ടില്ല, ബോഡി വേസ്റ്റ് ആരും മറന്നിട്ടില്ല. ഇതെല്ലാം വളരെ കൃത്യമായി പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ പെട്ടെന്ന് പിന്മാറുമ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നു, പൊതുസമൂഹം ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നു. അതിന് മറുപടി പറയണ്ടേ റഹീമേ? കൃത്യമായി ഇതിന് മറുപടി പറയാം. സമയം തരണം. ഓക്കെ. അതായത് CM തന്നെയാണല്ലോ അത് പറഞ്ഞത്. ഈ പറയുന്ന മത്തായി ചാക്കോ ഉൾപ്പെടുന്ന അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. CM ആയതിനു ശേഷം ഇതേ ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തീവെട്ടികളെ കുറിച്ച് ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മതചിഹ്നങ്ങളാണോ രാഷ്ട്രീയമാണോ ഇവിടെ കുഴപ്പമായത്? കാരണം
മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് മതചിഹ്നങ്ങളായാലും ശരി, മത നേതാവായാലും ശരി, അതിനെല്ലാം വളരെ ആർജവത്തോടുകൂടി നേരിട്ട ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ഒന്ന് പതുക്കെ പുറകോട്ട് ചുവട് വെക്കുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ തോന്നിയാൽ അത് ഒരു തോന്നൽ മാത്രമാണോ? എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിച്ചത്. നമുക്കറിയാം, ഇലക്ഷൻ നടന്നതിന് തൊട്ട് മുമ്പുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അഴിമതിയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് ധാരാളം സർക്കാർ ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്ന തരത്തിൽ കുത്തക മുതലാളിമാർക്കും ചില വർഗീയ സ്ഥാപിത ശക്തികൾക്കുമൊക്കെ ഇഷ്ടദാനം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം UDF ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായതൊന്നും വിസ്മരിക്കരുത്. അതിനെതിരെ ഒരു വലിയ ജനവികാരം ഇലക്ഷനിലുണ്ടായി എന്നുള്ളത് നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അപ്പോൾ അഴിമതിക്കെതിരെ ഒരു വലിയ വികാരം കേരളത്തിലുണ്ടായതിൻ്റെ ഭാഗം കൂടെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അത്തരം ഒരു ഗവൺമെൻറ്റിൽ നിന്ന് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ആർജവും കള്ളത്തരത്തിനെതിരെയും അഴിമതിക്കെതിരെയും കയ്യേറ്റത്തിനെതിരെയും ശക്തമായ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്കാണ് ഇവിടെ മങ്ങലേറ്റിരിക്കുന്നതെന്നാണ് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന് തെളിയിക്കുവാൻ ഒരവസരം കൂടെ ഉണ്ട്. ശക്തമായിട്ട് റവന്യൂ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നല്ല നടപടികളെ, നല്ല പേരും പെരുമയുള്ള ശക്തിയുള്ള കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ ഇങ്ങനെ ശകാരിക്കുകയും വൃത്തികേട് പറയുകയും ആഭാസികളെന്നൊക്കെ വിളിക്കുകയും ചെയ്യാതെ അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്തിട്ട് ശക്തമായി ഈ നടപടികളുമായി മുന്നോട്ട് പോയി സർക്കാരിൻ്റെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ആർജവം ഈ ഗവൺമെൻറ് കാണിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാണിച്ചില്ലെങ്കിൽ ജനങ്ങളിൽ നിന്നായിരിക്കും ഈ സർക്കാരും അവരെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അകന്നു പോവുക എന്ന് വളരെ വിനീതമായി ഓർപ്പിക്കുവാനുണ്ട്. KCBC എന്നൊരു അഭിപ്രായം പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ അഭിപ്രായത്തെ എനിക്ക് തോന്നുന്നു റഹീം നേരത്തെ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടത്തെ ശ്രദ്ധിക്കണം. ഇവിടെ സ്വാമി ഭാർഗവ പറഞ്ഞതും അദ്ദേഹം എഴുതി സൂചിപ്പിച്ചതുമായ അപകടം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മതങ്ങളും തങ്ങളുടെ ബിംബങ്ങൾ കൊണ്ട് ആധിപത്യവും അവകാശവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സാംസ്കാരികമായ ഒരു മതത്തിൻ്റെ മലിനീകരണം എല്ലാ തലങ്ങളിലും ഭാരതത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഹിന്ദു മതത്തിലുണ്ട്, ക്രിസ്തു മതത്തിലുണ്ടാകാം, മുസ്ലിം മതത്തിലുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ മതങ്ങൾ തമ്മിലുള്ള ബിംബങ്ങൾ കൊണ്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ വേദിയാകാനുള്ള സാംസ്കാരികമായ പ്രതിസന്ധി നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ ഒന്ന് അങ്ങയിലേക്ക് ഇടപെടുകയാണ്. എൻ്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്. KCBCയുടെ നിലപാട് എന്തായിരുന്നു? KCBC ആ കുരിശ് മാറ്റിയ രീതി വേദന ഉളവാക്കി എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അത് ശരിയല്ലേ? കാരണം ആ ഒരു ചോദ്യം സഭ നാട്ടിയതായിരുന്നെങ്കിലോ, സിറോ മലബാർ സഭയാണ് അവിടെ നാട്ടിയിരുന്നെങ്കിൽ ആ കുരിശ് മാറ്റുന്ന സമയത്ത് ഇതേ നിലപാടായിരിക്കുമോ KCBCക്ക് ഉണ്ടാകുക? ഇത് സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സംഘടന കൊണ്ടുവന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെയായിരുന്നാലും, ഏത് സഭയായിരുന്നാലും, ഏത് മതമായിരുന്നാലും സർക്കാരിൻ്റെ ഭൂമിയിൽ കുരിശല്ല എന്ത് നാട്ടിയാലും അത് നീക്കം ചെയ്യുമ്പോൾ അതിനെതിരെ വിശ്വാസ സമൂഹത്തെ അണിനിരത്തുന്നതാണോ വിശ്വാസം? തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് ശരിയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് മതങ്ങൾ തന്നെ മലിനീകരണമാകുകയും അവരുടെ ബിംബങ്ങൾ കൊണ്ട് പൊതുസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും കയ്യേറുകയും ചെയ്യുന്ന പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉള്ളപ്പോൾ ഈ കുരിശിനെ മാത്രം നമ്മൾ കണ്ടുകൊണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കുകയല്ല. എല്ലാ മതങ്ങളും സഹവസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അവിടെ എല്ലാ മതങ്ങളും ഒരു പരസ്പര ആദരവിൻ്റെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ കാണിക്കേണ്ട വലിയ വിവേകത്തിൻ്റെ ഒരു ചുറ്റുപാടും നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് KCBC ഏതെങ്കിലും ഒരു മതചിഹ്നത്തിന് വേണ്ടി വാദിക്കുകയല്ല വേണ്ടത്. എല്ലാ മതചിഹ്നങ്ങളും വിശുദ്ധമായി ഉപയോഗിക്കപ്പെടുകയും ആധിപത്യത്തിനും കയ്യേറാനും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യണമെന്ന വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ 2 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത എത്രയോ ജനസമൂഹം ഇവിടെ കിടന്ന് അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഇത്തരം സ്വാർത്ഥ താല്പര്യക്കാർ 200 ഏക്കർ, 1000 ഏക്കർ, 500 ഏക്കർ അവരെ സ്വന്തം കൈ വെച്ചിട്ട് അതിൻ്റെ രാഷ്ട്രീയമായി കൈയാളി അവിടെ ഒരു പ്രകടനം കാണിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കി ഇത് ചെയ്യാനാണ് രാഷ്ട്രീയക്കാരുടെ താല്പര്യം. അതല്ല നമുക്കിവിടെ വേണ്ടത്. എല്ലാ ജനങ്ങളെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി അത് പങ്കുവെച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുരിശ് പൊളിച്ചുമെന്നെ പറ്റി മുഖ്യമന്ത്രി ആവലാതിപ്പെടേണ്ട കാര്യമില്ല, മുറവിളി കൂട്ടേണ്ട കാര്യമില്ല. കുരിശായാലും മതചിഹ്നങ്ങൾ ഏതായാലും പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് നിയമമുണ്ട്.
തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ കൊടുക്കണം. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷ കൊടുക്കണം. ഈ സ്ഥാപിക്കുന്ന സ്ഥലം ഈ മതചിഹ്നങ്ങളുടെ അധിപൻ്റെ സ്ഥലമായിരിക്കണം. ഈ അപേക്ഷ തദ്ദേശഭരണ സ്ഥാപന മേലധികാരി, പഞ്ചായത്ത് സെക്രട്ടറി ആയാലും മുനിസിപ്പൽ സെക്രട്ടറി ആയാലും അത് കളക്ടർക്ക് വിട്ട് അപേക്ഷ ഫോർവേഡ് ചെയ്യണം. കളക്ടർ വേണം മതചിഹ്നങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ചന്ദനം അമ്പലത്തിൽ വെക്കുമ്പോൾ മാത്രമേ നമ്മൾ ആദരവോട് നോക്കുകയും നെറ്റിയിലിടുകയുള്ളൂ. അതേസമയം ഈ വനം കൊള്ളക്കാരിലിരിക്കുന്ന ചന്ദനത്തിനെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ ആരെങ്കിലും കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റണം. പിന്നെ അതിനെ എതിർക്കുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല. ഒരു മന്ത്രി പറഞ്ഞു ഊളംപാറ കൊണ്ടുപോയി ഷോക്ക് അടിക്കണമെന്ന്. അത് ഒരിക്കലും തെറ്റല്ല. അങ്ങേരെ പള്ളിവാസലിൽ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കേണ്ടതാണ്. ആ രീതിയിലുള്ള ഉണ്ടാകുന്നവരെ മുഖ്യമന്ത്രി ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു മനുഷ്യനും ജനങ്ങളുടെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടത്തൂടെയാണ്. ഈ കുരിശിൻ്റെ സംബന്ധത്തിൽ 2 വെള്ളത്തിൽ കാലിയോട്ടാണ്. 2 വെള്ളം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടി 3 തട്ടിൽ നിൽക്കുകയാണ്. അച്യുതാനന്ദ ഒരു ഗ്രൂപ്പ്, ഉടനെ കാനൻ രാജേന്ദ്രൻ ഒരു ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് മണി ഒരു ഗ്രൂപ്പ്. ഇതെന്താണത്? ഇതൊരു സർക്കാരാണോ? ബുൾഡോസർ വന്നാലും പേടിക്കാത്ത CPM ഒരു കുരിശിനെ കണ്ട് പിറകോട്ട് പോയപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഈ ചാത്തനെ കണ്ട് വീട് വിട്ട് ഓടിയ എൻ്റെ നാട്ടിലെ കഥകളാണ്. ബഹുമാന്യരായ കൂർലോസ് തിരുമേനിയും തേലക്കാട്ടച്ഛനും ആർജവും വന്ന പഠിപ്പുള്ള തിയോളജിയൻസാണ്, വേദശാസ്ത്രജ്ഞരാണ്. അവരുടെ മനസ്സിൽ, അവരുടെ പഠനത്തിൽ നിന്നും ചിന്താപരമായ വളർച്ചയിൽ നിന്നും ഒരു കുരിശ് വെട്ടിപ്പൊളിക്കുന്ന കണ്ടപ്പോൾ അവർക്കതിനോട്, അവരുടെ പഠനത്തിൽ നിന്ന് അവർക്കത് തോന്നിയെങ്കിലും ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസ സമൂഹങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്നുള്ള സത്യം വിസ്മരിക്കുന്നു. കുരിശ് എവിടെ ഇരുന്നാലും അത് വീഴുന്ന കാണുമ്പോൾ സങ്കടം വരും എന്നുള്ള പ്രത്യയശാസ്ത്രം പറഞ്ഞുകൊണ്ട് ഒരു ഭരണ നേതൃത്വത്തിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലം മാറിയിട്ടുണ്ട്. അതനുസരിച്ച് മതചിഹ്നങ്ങളാണ് കയ്യേറ്റപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം മലയാളിക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.